ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ട്രേഡിംഗ് വ്യൂ, എങ്ങനെ ഒരു ട്രേഡിംഗ് വ്യൂയിൽ അക്കൗണ്ട് തുടങ്ങാം, നമ്മൾ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയേഴ്സ് എങ്ങനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം, പല ടൈം ഫ്രെയിംസ് എങ്ങനെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ട്രേഡിംഗ് വ്യൂ എന്ന് നോക്കാം. ട്രേഡിംഗ് വ്യൂ എന്ന് വെച്ചാൽ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ട്രേഡേഴ്സ് ഇത് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കറൻസി പെയേഴ്സിൻ്റെ നിലവിലെ വില വിവരങ്ങളും പഴയ വിവരങ്ങളും ഒക്കെ ലഭിക്കും. കൂടാതെ ഇതിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൂൾസ്, ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊബൈൽ വേർഷൻ, ഡെസ്ക്ടോപ്പ് വേർഷൻ, വെബ് ബേസ്ഡ് വേർഷൻ ഇത്രയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കണം. എനിക്കിവിടെ ഫയർഫോക്സും ക്രോമും അവൈലബിൾ ആണ്. ഞാനിവിടെ ഫയർഫോക്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ട്രേഡിംഗ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ tradingview.com ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ എടുക്കണം. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിൻഡോയിൽ സൈൻ അപ്പ് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് അങ്ങനെ പല ഓപ്ഷൻസിലും ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജിമെയിൽ ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി പ്രോഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് എടുക്കണം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ വാച്ച് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്നതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായിട്ട് കുറച്ച് കറൻസി പെയേഴ്സ് ആഡ് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറൻസി പെയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതെല്ലാം റിമൂവ് ചെയ്യാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള കറൻസി പെയേഴ്സ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് കുറേ കറൻസി പെയേഴ്സ്, സ്റ്റോക്ക്, ക്രിപ്റ്റോ കറൻസി ഇവയൊക്കെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്യാം. ഞാനിവിടെ XAU USDയും GBP USD ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത കറൻസി പെയേഴ്സ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഏത് കറൻസി പെയേഴ്സാണോ അനലൈസ് ചെയ്യേണ്ടത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറൻസി പെയേഴ്സിൻ്റെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് വരുന്ന ചാർട്ടിൽ ഡേ ടൈം ഫ്രെയിം ആയിരിക്കും ഉള്ളത്. എന്നുവെച്ചാൽ ഇതിൽ ഒരു ക്യാൻഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആയിരിക്കും. നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിംസ് ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഡേയിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിംസ് ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ, 4 അവർ, 1 ഡേ, 1 വീക്ക്, 1 മന്ത് ഇത്രയും ഫേവറേറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നമ്മൾ ആഡ് ചെയ്ത ടൈം ഫ്രെയിംസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഡേ ടൈം ഫ്രെയിമാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ടൈം ഫ്രെയിംസൊക്കെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബോക്സ് കാണാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എങ്ങനെ ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഓരോ ടൂൾസിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഓരോ ആരോ കണ്ടോ, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ടൂൾസ് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക്
ട്രെൻഡ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, പാരലൽ ലൈൻ എന്നിവ ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഗാൻ ആൻഡ് ഫിബൊനാച്ചി ടൂൾസിൽ നിന്ന് ഫിബ് റീട്രേസ്മെൻറ്റ്, ഗാൻ ബോക്സ് ഇത് രണ്ടും എടുക്കണം. നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർമെൻറ്റ് ടൂൾസിൽ നിന്ന് ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ ഇവയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചാർട്ടിൽ നമുക്ക് ആവശ്യമുള്ള കറൻസി പെയേഴ്സ്, ടൈം ഫ്രെയിംസ്, ടൂൾസ് ഇവയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാർട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രീതിയിൽ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത്. ഈ ഒരു ചാർട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, ബൈ.